ഉളുപ്പില്ലാതെ കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടം വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിലേക്ക് വരുന്നു. എന്ത് ആണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്? കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ്, അതായത് ഓഗസ്റ്റ് 21-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. അന്ന് ആരോപണങ്ങൾ കത്തി നിൽക്കുന്ന സമയം. അപ്പോൾ ഈ പരാതിയുമായൊക്കെ ആരെങ്കിലും രംഗത്ത് വരും, സ്വാഭാവികമായും പരാതി കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്ത് നിൽക്കാൻ രാഹുലിന് അവകാശമില്ല എന്നൊരു തീരുമാനം സംഘടന ഒന്നടങ്കം എടുക്കുന്നു. തീർച്ചയായിട്ടും അന്ന് അതൊരു അനിവാര്യകതയായിരുന്നു. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കളടക്കം വാട്സപ്പിൽ രാഹുലിനെതിരെ ശബ്ദമുയർത്തുന്നു. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് ഇതിൽ മറുപടി പറയുന്നില്ല? രാഹുൽ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് പറയണം. അങ്ങനെ ചെയ്തുവെങ്കിൽ ഒരു മാപ്പെങ്കിലും പറഞ്ഞ് ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കണം. ഞങ്ങൾ ഇങ്ങനെ നാണം കെടുത്താനായിട്ട് നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ വാട്സപ്പുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ എഴുതിയിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പലരും മാധ്യമങ്ങൾക്ക് ചോർത്തി. അത് പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായിട്ടൊക്കെ വന്നു. പിന്നീട് സംഭവ ബഹുലമായ കാര്യങ്ങൾ നടന്നു. സ്ഫോടനാത്മകമായ വിഷയങ്ങൾ ഉണ്ടായി. പല വെടികളും പൊട്ടി. അവസാനം രാഹുൽ മാങ്കൂട്ടം വീട്ടിലിരിപ്പായി. ഇപ്പൊ അടൂരിലെ വീട്ടിലാണെന്നാണ് പറയുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ മാസം നിയമസഭയിൽ വരുന്നില്ലേ? നിയമസഭ വരുന്നില്ല. ഒരു ദിവസം വന്നു, എനിക്ക് ആരെയും ഭയമില്ല എന്ന് കാണിക്കാൻ അദ്ദേഹം വന്നു. ഒരു ദിവസം വന്നിട്ട് പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ 21-ാം തീയതി മുതൽ ഈ ദിവസം വരെ സംസ്ഥാനത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നു. പ്രത്യേകിച്ച് ആഗോള അയ്യപ്പ സംഗമം അടക്കം ഒരുപാട് വിഷയങ്ങൾ നടന്നു. കോൺഗ്രസിൽ ആരും വാ തുറന്ന് നേരെ ചൊവ്വ മിണ്ടിയതായിട്ട് നമ്മൾ കേട്ടില്ല. വിജയ എന്ന് വിളിച്ച് പിണറായിക്ക് മുന്നിൽ ആർജവത്തോടെ വാ തുറക്കാൻ, എടോ വിജയ എന്ന് വിളിച്ച് ആർജവത്തോടെ നിൽക്കാൻ കഴിവുള്ള ഒരൊറ്റ കോൺഗ്രസ് നേതാവേ ഉള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടമാണ്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്ത്രീ പീഡകൻ, ലൈംഗിക വൈകൃതൻ കഴിഞ്ഞ ദിവസം KJ ഷൈൻ ടീച്ചർ ചോദിച്ചു, കിടപ്പറ പരിശോധിക്കലാണോ നിങ്ങളുടെ ജോലി? അതിന്റെ അടുത്ത ദിവസം കിട്ടിയല്ലോ പണി. അതിന്റെ അടുത്ത ദിവസം അവരെടുത്ത് ചോദിച്ചു, പിന്നെ നിങ്ങളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കിടപ്പറ പോയി പരിശോധിച്ചിട്ടാണോ പിന്നെ പെണ്ണുങ്ങളെ ഗോപി കോട്ടമുറിക്കിന്റെ കേസ് എടുത്തിട്ട് സ്വന്തം പാർട്ടിക്കാരെ ഒളിക്യാമറ വെച്ചേ. അദ്ദേഹം തന്നെ പറഞ്ഞു സ്വന്തം പാർട്ടിക്കാരി തന്നെ വെച്ചു എന്ന്. പുറത്ത് വേറെ ആരും പറഞ്ഞില്ല. അദ്ദേഹം തന്നെ ഗോപി കോട്ടമുറിക്കൽ തന്നെ പറഞ്ഞു, എന്റെ പാർട്ടിക്കാരാണ് എന്റെ റൂമില് ഗോളി ക്യാമറ വെച്ചതെന്ന്. മാത്രമല്ല ഇവര് പിന്നെ രാഹുൽ മാങ്കൂട്ടം ലൈംഗിക വൈകൃതനാണ്, പെണ്ണുപിടിയാനാണ്. ഓക്കെ, ശരി. ഇവരൊക്കെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുറിയിൽ പെണ്ണുങ്ങളെ കൊണ്ട് പോകുമ്പോ ഇവരൊക്കെ കട്ടന്റെ അടിയിലിരുന്ന് നോക്കുവോ രാഹുൽ മാങ്കൂട്ടത്തിൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നത്? അല്ലെ, ഇവിടെ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അപ്പുറത്ത് ചെയ്യുന്നത് ശരിയാവണമല്ലോ. അല്ല, ഇവർ ഈ രാഷ്ട്രീയപരമായി പെണ്ണുപിടി എവിടെ പിടിച്ചാലും തെറ്റാണ്. രാഷ്ട്രീയപരമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവര് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇതങ്ങ് മറന്നു പോകും. ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള തീവ്രത കുറഞ്ഞ പീഡനവും തീവ്രത അളക്കാനുള്ള പ്രത്യേക സ്കെയിലൊക്കെ ശ്രീമതി ടീച്ചറിന്റെ അളക്കുന്നത് തീവ്രത കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ അളക്കുന്നത്. അപ്പൊ ഇത്രയും സ്കെയിലൊക്കെ വെച്ചിട്ടാണ്, ഈ സ്കെയിലും ഒക്കെ കൈ വെച്ചിട്ടാണ് ഇതുപോലെ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. ശ്രീമതി ടീച്ചർ പിന്നെ മറ്റേ ഇതുണ്ടല്ലോ, റെയിൻകോട്ട് കൊണ്ട് തരണോ? ഞാൻ റെയിൻകോട്ട് നാളെ ഞാൻ വാങ്ങിച്ചു തര, നീ വരുവോ? ലോകത്താരും അറിയരുത്. അപ്പൊ ടീച്ചർ അളന്നപ്പോ റെയിൻകോട്ടിന് നീളം കുറവാണ്, അപ്പൊ തീവ്രത കുറഞ്ഞു. പിന്നെ ലോകത്താരും അറിയരുത്, അപ്പൊ തീവ്രത മാക്സിമം കുറഞ്ഞു. അത് പീഡനമല്ല, അത് തീവ്രത കുറഞ്ഞതാണ്. അതുകൊണ്ട് അതൊന്നും പീഡനമില്ല. പിന്നെ സ്വപ്ന സുരേഷിന്റെ അടുത്ത് 3 കുളിരുണ്ടോ എന്ന് ചോദിച്ച് തോമസ് ഐസക്ക്, അതും തോമസ് ഐസക്ക് തോമസ് ഐസക്ക് ചോദിച്ചല്ലോ. അപ്പൊ സ്വപ്ന സുരേഷ് അത് പച്ചയ്ക്ക് പറഞ്ഞു എന്നോട് 3 സ്വപ്ന സുരേഷ് പറഞ്ഞിട്ടാണ് ഇങ്ങേർക്ക് അറിയാം 3 കുളിരുണ്ടോ എന്ന്. ഉണ്ട്, പലതും ചോദിച്ചുകൊണ്ട് ചെന്നിട്ടുണ്ട്. അതൊക്കെ സ്വപ്ന അക്കമായിട്ട് പേര് നിരത്തി അങ്ങ് പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോയും ചാറ്റുകളും ഒക്കെ അവർ പുറത്തു വിട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. അപ്പൊ ഇവർക്ക് ആരെയും ഈ സൈബർ സഹാത്തികൾ കുറെ എണ്ണം ഉണ്ട്. ഈ കിടന്ന് ഇങ്ങനെ അങ്ങ് പിന്നെ ഭയങ്കരമായി വാചാലയാവുകയാണ്. സഹാത്തികൾ കുറെ ഇങ്ങനെ വാചാലയാവുകയാണ്. ഞങ്ങൾ സ്ത്രീ പീഡകന്മാരെ ഞങ്ങൾ വെറുതെ വിടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽ വേണം ആദ്യം കണ്ണാടി കൊടുക്കാൻ. ഈ മഹിളാ കോൺഗ്രസ് അറ്റ്ലീസ്റ്റ് പറയാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും അവർക്കുണ്ട്. അവർക്ക് മിണ്ടാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരാള് മിണ്ടിയതാണ് PK ശശിക്കെതിരെ, പിന്നെ അവർ അഡ്രസ് പോലും ഇല്ല, കാണാനേ ഇല്ല. ഡയലോഗ് അടിക്കും. അതുകൊണ്ട് അപ്പൊ അത്തരം ചില പരാമർശം. അതിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തെന്ന് പറയട്ടെ, ആന്തൂർ സാധനം അറിയില്ലേ?
വ്യവസായി മരിച്ച ആന്തൂർ സാഹിബിന്റെ ഭാര്യ പാർട്ടിയാണ് പി കെ ശ്യാമള ഗോവിന്ദൻ മാഷിന്റെ ഭാര്യ. അവരാണ് അവിടത്തെ കമ്മിറ്റി അംഗം. അപ്പൊ ഇങ്ങനെ വ്യവസായ ഇതുമായി ബന്ധപ്പെട്ട് ചില പേപ്പറുകൾക്ക് പോയപ്പോ അവർ കൊടുത്തില്ല. അതിന്റെ മനം എന്താണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായും വീട്ടുകാരെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. അതിന് ദേശാഭിമാനി പത്രം എഴുതിയത് ആന്തൂർ സാദിന്റെ ഭാര്യയ്ക്ക് ഇയാളുടെ ഡ്രൈവറുമായി ബന്ധമുള്ളതിൽ മനം നൊന്താണ് ആന്തൂർ സാദിൻ ആത്മഹത്യ ചെയ്തതെന്നാണ്. ആ സ്ത്രീക്കുണ്ടായ മാനസികാവസ്ഥയ്ക്ക് മാനക്കേടിന് സഹാക്കർ മുഴുവൻ അത് സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇവർക്ക് എന്ത് മാന്യതയാണ് അവർ പറയുന്നത്? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരും പരാതിയുമായി വന്നില്ല, കേസില്ല. മുൻ എഡിറ്റർ അല്ലേ പറഞ്ഞത് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ എഴുതേണ്ടി വന്നു. അതെ, ഉമ്മൻചാണ്ടിക്കെതിരെ പെണ്ണ് പിടിയെന്ന എഴുതേണ്ടി വന്നുവെന്ന്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഉമ്മൻചാണ്ടി സരിതയുമായിട്ടുള്ള ബന്ധത്തിന്റെ പുറത്ത് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി. എത്രമാത്രം ഉമ്മൻചാണ്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ ഇവര് ഈ സൈബർ ഇടങ്ങളിലൊക്കെ ഉമ്മൻചാണ്ടിക്കെതിരെ മരിച്ചപ്പോ ഈ വിനായകൻ എന്ന് പറയുന്ന ഒരു തുണി അഴിച്ച് കാണിക്കുന്ന ഒരുത്തനുണ്ടല്ലേ, 24 മണിക്കൂർ മിണ്ടിയ തുണി അഴിച്ച് കാണിക്കണം. അയാൾ പറഞ്ഞ എന്താണ്, എന്റെ അച്ഛനും ചത്തു നിന്റെ അച്ഛനും ചത്തു. എന്താ VS മരിച്ചപ്പോ ഈ ഇതില്ലേ? മരിക്കില്ല ഞങ്ങളിലൂടെ ജീവിക്കും. ഇത് നിങ്ങളുടെ പാർട്ടിയിലെ ആളായതുകൊണ്ട് അവർക്ക് അവരുടെ പാർട്ടിയിലെ നേതാവ് വലിയ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പാർട്ടിയല്ല. തിരിച്ച് അന്ന് ചോദിക്കേണ്ടതാണ് VS അച്യുതാനന്ദനാണോ നിന്റെ അച്ഛനാണെന്നാണ് ചോദിക്കേണ്ടത്. അതെ, കാരണം ഉമ്മൻചാണ്ടി മരിക്കുമ്പോ അങ്ങനെയല്ലേ ചോദിച്ചത്. അതെ, നമ്മുടെ അച്ഛനും എന്റെ അച്ഛനും ചത്തു നിന്റെ അച്ഛനും ചത്തു ഉമ്മൻചാണ്ടി ചത്തു. നിന്റെ അച്ഛനാണോ ഉമ്മൻചാണ്ടി എന്നാണ് അവർ ചോദിച്ചത്. ചോദിച്ചതാണ് നീക്ക് ഇത്ര കിടന്ന് കരയണ നിന്റെ തന്തയാണോ ചത്തെന്നാണ്. അതിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ അയാളോട് അത് ചോദിക്കണമായിരുന്നു. അപ്പൊ ഇവർക്ക് കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്ന് പണ്ട് പറയില്ലേ, അതാണ് സംഭവിച്ചത്. ഒന്ന് അങ്ങോട്ട് കൊടുത്താ തിരിച്ച് ഇത് ഇപ്പോ ഇന്ന് ഈ ഒരു വാർത്ത കൊണ്ടുവന്നത് KN ഷാജഹാനാണ്. ഈ പരവൂരിലെ ആ ഒരു വനിതാ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത മെട്രോ വാർത്തയിൽ നിന്ന് ആ വാർത്ത ചെയ്ത് അത് KN ഷാജഹാനെതിരെ പോലീസ് കേസൊക്കെ എടുത്തെന്ന് തോന്നുന്നു. ഷാജഹാൻ ഇന്നോ ഇന്നലെയോ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ ഒരു നേതാക്കളെയും പേര് പറഞ്ഞിട്ടില്ല, ഞാൻ ഒരാളെ കുറിച്ചും ഒരാളുടെ പേരോ അവർ വഹിക്കുന്ന പദവിയോ അവരിയ്ക്കുന്ന സ്ഥാനത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഒരു ഭാര്യയും ഭർത്താവും മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് എന്നെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങളോട് സംസാരിച്ചതും പോലീസിൽ കേസ് കൊടുത്തതും? അതൊരു ചോദ്യമല്ലേ? ഇവരുടെ പേര് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇവര് വന്ന് രംഗപ്രവേശനം ചെയ്തപ്പോഴല്ലേ ഇവരാണെന്ന് അറിയുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ മനസ്സിലായ ആളുകൾക്ക് മനസ്സിലാവും, പക്ഷെ അതാരും പുറത്ത് പറയാൻ നിൽക്കില്ല, ഇല്ലേ? ഇപ്പോ ഇരകളെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളാരും പറയാൻ പോവില്ല. ഇന്ന ഒരു ആരോപണമുണ്ട്, ഇത് മാത്രമല്ലേ നമ്മൾ പറയുള്ളൂ. സ്വാഭാവികമായിട്ടും ഇവരെന്തിനാ രംഗപ്രവേശനം ചെയ്തത്? എന്നെയാണ് പറഞ്ഞത്, ഇത് എന്നെ തന്നെയാണ്. ജഗതി മറ്റേ CID മൂസയിൽ പറയൂലേ, ദിലീപ് പറയുമ്പോ ഇത് എന്നെ തന്നെയാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറയുന്ന ഒരു ഡയലോഗാണ് എനിക്ക് മനസ്സിൽ വരുന്നത്. ഇപ്പോ അതുപോലെ കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് സഹാക്കളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം പോയതിനു ശേഷം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ മങ്ങിപ്പോകുന്നു എന്നാണ് പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നു വരുന്ന ശബ്ദം. യൂത്ത് കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചാരണം നേടിയത് രാഹുൽ മാങ്കൂട്ടം പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളോടുള്ള സമീപനവും ഒക്കെ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി അത്തരം കഴിവുള്ള ഒരാൾ, ഇപ്പൊ അബിൻ വർക്കിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ അത്ര വീറോടെ വാശിയോടെ രാഷ്ട്രീയത്തെ കാണാൻ കഴിവുള്ള ഒരാൾ യൂത്ത് കോൺഗ്രസിൽ ഇല്ല എന്ന് പാർട്ടി കേന്ദ്രമാണ് തീരുമാനം എടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് പരാതിയില്ല, ആരും രംഗത്ത് വന്നിട്ടില്ല, കേസ് കൊടുത്തിട്ടില്ല. ക്രൈംബ്രാഞ്ച് വരെ ഇപ്പോ തപ്പിക്കളിക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യാം? ലക്ഷ്മി പത്മയാണ് ആ കൂടെ പരാതി കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തക. മറ്റാരും പരാതിയായിട്ടല്ല, മൊഴി കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തക. കാരണം ഇരയെ കണ്ടതുകൊണ്ട്. മറ്റാരും ഇതിൽ പരാതി ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പരാതി ഇല്ലാത്ത ഒരു ആൾക്ക് എന്തിനാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് അയാളെ പുറത്താക്കിയത്? എന്തിനാണ് AICCക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നുള്ള AICCക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ടെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. ഏതെങ്കിലും പരാതി നമ്മൾ കണ്ടോ? ഇല്ല, സതീശൻ പറഞ്ഞിട്ടില്ല. AICCക്ക് പരാതി സതീശൻ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പലരും പറഞ്ഞത്. കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പലരും പറയുന്നു. അല്ല, ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ ഒന്നും ഇയാൾ പറഞ്ഞിട്ടില്ല. ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. സതീശ് AICC കിട്ടിയെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ റിനി ഇറക്കി കളിച്ചതിന് ചില കൈകടത്തിലുള്ള ആരുടേതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആരുടെ ആണെന്ന് നമുക്കറിയില്ല. കാരണം റിനി പ്രതിതുല്യനായി കാണുന്ന ഒരു മനുഷ്യനൊക്കെ കോൺഗ്രസിൽ ഉണ്ട്.
പിതൃതുല്യൻ അറിയാതെ റിനി വന്നിട്ട് ഒരു കോൺഗ്രസിലെ യുവ നേതാവ് എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കിടക്കാൻ വിളിച്ചു, എനിക്ക് മോശം മെസ്സേജ് അയച്ചു, ഞാൻ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കിയിട്ടും അയാൾ നന്നായില്ല. പിന്നെ ഇപ്പൊ വിജയ് എനിക്കൊരു സെക്സ് ചാറ്റ് അയക്കുകയാണ് ഒരു ദിവസം. ഒന്ന് ആലോചിച്ച് നോക്ക്, വിജയ് എന്നെക്കാളും എൻ്റെ അനിയനാണ്. ഒരു ഉദാഹരണം പറയണം, വിജയ് എനിക്ക് സെക്സ് ചാറ്റിന് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ വിജയോട്, എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ വിജയോട് പെരുമാറുന്നത് അടിച്ച് നിന്റെ കവാലം പൊട്ടിക്കും. മേലാൽ എൻ്റെ അടുത്ത് ഈ വക വർത്താനം നീ സംസാരിച്ച അന്ന് നിന്റെ അവസാനമായിരിക്കും പനപ്പയല്ലേ. ഞാൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ വിജയ് എൻ്റെ അടുത്ത്. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു, ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീയാണ് ഒരു പുരുഷനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കുന്നത്? അവന്റെ വീട്ടിൽ കയറി അടിക്കൂലേ? അത്യാവശ്യം നല്ലൊരു സ്ത്രീ ആണെങ്കിൽ എന്നെയാണ് ഇതുപോലെ ഞാൻ വീട്ടിൽ കയറി പലതും പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പം ബസ്സിലിരുന്ന് ഒരാൾ ശല്യപ്പെടുത്തുന്ന ഒരു സ്ത്രീയെ അവിടെ അവർക്ക് ചിലപ്പോൾ പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഭയം ഉണ്ടാകും, പല പല കാര്യങ്ങളുണ്ടായിരിക്കും. കാരണം നേരിട്ട് അവിടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട്. ചാറ്റിൽ അങ്ങനെ ബ്ലോക്ക് ചെയ്യാം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത് ബ്ലോക്ക് ചെയ്തിട്ട് ഗൂഗിൾ പേ വരെ അയച്ചു. ഗൂഗിൾ പേയിലും ബ്ലോക്ക് ചെയ്യാം. ഗൂഗിൾ പേയിലും എല്ലായിടത്തും സൈബർ ലോകത്ത് ബ്ലോക്ക് ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ഇത് ചെയ്യാമെന്നിരിക്കെ ഇത് ചെയ്യാത്തതിന് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇദ്ദേഹത്തിനെ പെടുത്തണം എന്നുള്ള ഉദ്ദേശം. 2, അയക്കുന്നത് രാഹുൽ മാങ്കൂട്ടം അല്ലേ, അതിന്റെ ഒരു കുളിരുണ്ടല്ലോ. എനിക്ക് ഇതുപോലത്തെ മെസ്സേജ് അയക്കുന്നത് എവിടെയെങ്കിലും കിടക്കുന്ന ഒരുത്തനല്ല, കേവലം കിടക്കുന്ന ഒരുത്തനല്ല, രാഹുൽ മാങ്കൂട്ടമാണ്. അപ്പൊ എനിക്ക് അത്രയും വാല്യൂ ഉണ്ടെന്ന് സ്വയം തോന്നുന്നു. ഈ 2 കാരണത്തിന് അങ്ങനെ ഒരു കുളിര് തോന്നണം, അല്ലെങ്കിൽ ഇയാളെ പെടുത്തുക. ഇത് 2 കാര്യത്തിനാണ് ചാറ്റ് ചെയ്യുക എന്നുള്ളത്. അല്ലാതെ ഇത് എനിക്ക് ഞാൻ പറയട്ടെ, ഇദ്ദേഹം എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കും, അശ്ലീല ഫോട്ടോ അയച്ചു കൊടുക്കും, അങ്ങനെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല. ഈ പറയുന്ന കോഴിത്തരം, നമ്മൾ പറയുന്ന ഫ്ലിർട്ടേഷൻ, ഇതാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ പറയുന്ന ഞരമ്പെന്ന് നമുക്ക് അതിന് പറയാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന കോഴിത്തരം എന്ന് പറയുന്ന കോളേജുകളിലൊക്കെ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പെൺകുട്ടികളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. പിന്നെ ഇത് ചെയ്യാത്തവന്മാർ, ഈ പറഞ്ഞു നടക്കുന്നവന്മാർ ഇവിടെ അല്ല, ഇത്രയും ഡീസന്റ് ആണുങ്ങളുള്ള നാടാണ് കേരളം എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. അങ്ങനെ എനിക്ക് ഒരിക്കലും വിശ്വസിക്കരുത്. അതൊക്കെ ഇതെല്ലാം പോയി മുഖങ്ങളാണ്. ഞാൻ പറയട്ടെ, ഈ ചാറ്റിൽ എന്തെങ്കിലും ലൈംഗികപരമായിട്ട് ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അശ്ലീലമായിട്ടുള്ള പ്രോപ്പർ അല്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ കുറ്റകരമാണ്. പിന്നെ ഈ ഹോട്ടലിൽ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്നത് ഈ കുട്ടികൾ വല്ലതുമാണോ കൊണ്ടുപോകാനായിട്ട്? നീ എന്തിനാണോ എന്നെ എനിക്ക് താല്പര്യം അല്ല. ഒരു ചാറ്റ് ചെയ്ത് നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ അടുത്ത ഹോട്ടലിൽ വിളിക്കേണ്ട ചാറ്റ് നമുക്ക് അയച്ചു തരുമോ? അല്ല, ഹോട്ടലിൽ വിളിച്ച പോവും. നിർത്താം.